അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോടിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. സാധാരണ നിലയിൽ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ഈ വചനം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഞാൻ തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായിരുന്നു, ഞാൻ പലയിടത്തും റിജക്റ്റഡ് ആയിരുന്നു, പക്ഷെ ഇന്ന് എൻ്റെ കർത്താവ് എന്നെ ഒരു മൂലക്കല്ലാക്കി മാറ്റി. എത്ര പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയത് യഥാർത്ഥത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് വ്യക്തമായി അപ്പോസ്തലനായ പത്രോസ് 4:11 പറയുന്നത്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, സംശയമൊന്നുമില്ല. എന്നിട്ട് പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഇതൊരു സംശയത്തിന്റെ നിഴലിൽ പറയുന്നതല്ല, ഇത് കൺഫേംഡ് ആണ്. ബൈബിൾ സംബന്ധമായി ഇത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. യേശു കർത്താവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാന, മടങ്ങിവരവ് അപ്പോസ്തല പ്രവൃത്തി 4:11 നിങ്ങൾ വായിക്കുന്നതെങ്കിലും ഇത് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന ഒരു പ്രവചനമാണ്. പ്രത്യേകിച്ച് 118-ാമത്തെ സങ്കീർത്തനം എടുക്കുമ്പോൾ അതിൻ്റെ 22, 23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യവും ആയിരിക്കുന്നു. എനിക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി 4:11 അറിയുന്നതിന് മുമ്പ് ഈ 118-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യം ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതും അത് യഹോവയാൽ സംഭവിച്ചു, അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി മാറിയതും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വേദപുസ്തക പ്രവചനമാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, യേശുവിന്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാന, മടങ്ങിവരവ് ഇത്രയും ഈ ഒരൊറ്റ പ്രവചനത്തിൽ, ഒറ്റ വാക്യത്തിൽ എങ്ങനെ സംഭവിക്കും? നിങ്ങൾക്കറിയാമോ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവഗണിച്ചവരെ പരിഗണിക്കേണ്ടി വരും, തള്ളിക്കളഞ്ഞതിനെ അന്വേഷിച്ച് ചേർത്ത് പിടിക്കേണ്ടി വരും. നമ്മളൊക്കെ പലരും മറന്നു കളഞ്ഞതിനെ പിന്നത്തേതിൽ മാനിക്കേണ്ടി വരും. നമ്മൾ നിന്ദിച്ച ചിലരിതിനെ ദൈവം ചിലരെടുത്ത് മാനിക്കുമ്പോൾ നമ്മൾ അവർക്ക് വിധേയപ്പെടേണ്ടി വരും. ഇതുപോലെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും ജീവിതത്തിൽ അവഗണനകൾ ഏറ്റുവാങ്ങിയ, തിരസ്കരിക്കപ്പെട്ട, തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായിരുന്നു ക്രിസ്തു. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ആ കല്ല് ഇവൻ തന്നെ, യേശു തന്നെ എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ ആ കർത്താവ് എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടവനായിരുന്നു, അവഗണിച്ചവർക്കെല്ലാം പിന്നത്തേതിൽ അവനെ പരിഗണിക്കേണ്ടി വന്നു. ആ കല്ലിനെ ആരെല്ലാം തള്ളിക്കളഞ്ഞു? തള്ളിക്കളഞ്ഞ പലർക്കും ആ കല്ലിനെ അന്വേഷിച്ചു വന്ന് ചേർത്ത് പിടിക്കേണ്ടി വന്നു. ആരെല്ലാം ആ കല്ലിനെ അപമാനിച്ചു, അപമാനിച്ചവർക്കെല്ലാം ക്രിസ്തുവാകുന്ന കല്ലിനെ പിന്നത്തേതിൽ മാനിക്കേണ്ടി വന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യ സഭയോട് 3-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ കല്ല് അടിസ്ഥാനമുള്ള കല്ലായി മാറി. വായികൾ തുറന്ന് പറയാമോ? തള്ളിക്കളയപ്പെട്ട കല്ല്, ക്രിസ്തുവാകുന്ന കല്ല് അടിസ്ഥാനമായ കല്ലായി മാറി. ആ കല്ലിൻ മുകളിലാണ്, ആ അടിസ്ഥാനത്തിന്റെ മുകളിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഒരുപക്ഷെ ഇന്നിവിടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വ്യത്യസ്തമായ ആവശ്യങ്ങൾ, വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായെന്ന് വരാം. പക്ഷേ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, നിങ്ങളുടെ വിശ്വാസ ജീവിതം നിലനിൽക്കുന്ന ജീവിതമായി, നിലവാരമുള്ള ജീവിതമായി മാറണമെങ്കിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. 25-26 വാക്യങ്ങളിൽ പറയുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്റെ മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. 25-ാമത്തെ വാക്യത്തിൽ ഞാൻ നിൽക്കുകയാണ്, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. പ്രിയപ്പെട്ടവരെ, വീണില്ലെന്നല്ല, വീഴത്തില്ല. ഒന്ന് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായി കഴിയും? യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളോട് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നതിനെ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും വീഴ്ത്താൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നതിന് വൻമഴ ഉണ്ടാകും, ചിലപ്പോൾ നദികൾ പൊങ്ങും, കാറ്റടിക്കും, വീഴുമെന്നാണ് നിന്റെ ചിന്ത. പക്ഷെ വീഴുകയില്ല എന്നാണ് വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ മണലിന്റെ മേൽ പണിതാൽ, ബുദ്ധിയിൽ പണിതാൽ, ചിന്തയിൽ പണിതാൽ, ജഡത്തിൽ പണിതുയർത്തിയാൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ പണിതുയർത്തിയാൽ, നമ്മുടെ സ്വന്തം വിചാരങ്ങളിലും ബുദ്ധികളിലും പണിതുയർത്തിയാൽ ഒരുപക്ഷെ അതിന്റെ വീഴ്ച വലുതായിരിക്കും. യഥാർത്ഥമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ച്, ദൈവിക വിശുദ്ധിയിൽ ജീവിതത്തെ സമർപ്പിച്ച്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമേറിയ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തിന്റെ ഏതെല്ലാം കാറ്റുകൾ അടിച്ചാലും, ഏതെല്ലാം തിരമാലകൾ പൊങ്ങിയാലും, വൻമഴ ചൊരിഞ്ഞാലും അത് വീഴത്തില്ല. നമുക്ക് വേണ്ടത് പാറമേൽ അടിസ്ഥാനമിട്ടതാണ്. പാറമേൽ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, ആ പാറ എന്റെ മൂലക്കല്ലാകുന്ന ക്രിസ്തുവാണ്. ആ പാറ ക്രിസ്തുവാകുന്ന പാറയാണ്. അതിനകത്ത് നിൽക്കുന്ന വിശ്വാസിയെ, ആ പാറമേൽ കാലുകളെ ഉറപ്പിച്ച ദൈവപൈതലേ, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, അവൻ എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി എന്നെ പാറമേൽ നിർത്തി, എന്റെ നാവിൽ അവൻ എനിക്കൊരു പുതിയ പാട്ട് തന്നു എന്ന് വായിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കോർണർസ്റ്റോൺ. യേശു ക്രിസ്തുവാണ് അടിസ്ഥാന കല്ല്. യേശു ക്രിസ്തുവാണ് മൂലക്കല്ല്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നുണ്ട്, ക്രിസ്തു എന്ന അടിസ്ഥാന കല്ലിന്മേൽ, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന കല്ലുകളെ ചേർത്തു വെച്ച് ദൈവം തന്റെ സഭയെ പണിതുയർത്തുന്നു. എന്റെ മെസ്സേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു ക്രിസ്തു എവിടെയെല്ലാം തള്ളിക്കളയപ്പെട്ട കല്ലായിരുന്നു. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി എന്ന് എഴുതിയിരിക്കുമ്പോൾ, എവിടെയൊക്കെയാണ് യേശു കർത്താവ് റിജക്റ്റഡ് ആയത്? ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ റിജക്ഷൻ അനുഭവിച്ചവരുന്ന കൈ ഉയർത്താവ്. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ തിരസ്കരണങ്ങൾ, തള്ളപ്പെടലുകൾ, ഒറ്റപ്പെടലുകൾ അനുഭവിച്ചവരുന്ന കരങ്ങൾ ഉയർത്താവും. ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങൾ ജനിച്ച്
വളർന്ന അറിവും പക്വതയും പ്രായവും ഒക്കെ ആയിട്ടല്ലേ അനുഭവിച്ചത്? ആണോ? അറിവും പക്വതയും പ്രായവും ഒക്കെ ആയതിനു ശേഷമാണ് തള്ളപ്പെടലും ഒറ്റപ്പെടലും റിജക്ഷനും ഒക്കെ ഞാൻ അനുഭവിച്ചതെന്ന് പറയുന്നവരെന്ന് കൈകൾ ഉയർത്തി. പക്ഷെ യേശുവിനോടുള്ള ബന്ധത്തിൽ, യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ ജനിച്ചതിന് ശേഷം, വളർന്നതിന് ശേഷം, അറിവും പക്വതയായതിനു ശേഷം മാത്രമല്ല ക്രിസ്തു തിരസ്കരിക്കപ്പെടുവാൻ തുടങ്ങിയത്. അമ്മയുടെ ഉദരത്തിൽ, വയറ്റിൽ വെച്ച് തന്നെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിയവനാണ് കർത്താവ്. വേദപുസ്തകത്തിൽ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിന്റെ ജനനം, ആ ജനനത്തിന് മുൻപ് തന്നെ അവൻ ആരായി തീരും എന്നുള്ള പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. 2, അവൻ എവിടെ ജനിക്കുമെന്നുണ്ടായിരുന്നു, എവിടെ വളരുമെന്നുണ്ടായിരുന്നു, എവിടെ പ്രവർത്തിക്കുമെന്നുണ്ടായിരുന്നു. എല്ലാ പ്രൊഫസികളുടെയും ഫുൾഫിൽമെന്റ് ആണ് യേശു കർത്താവ്. എത്ര പേർ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു? യേശുവിന്റെ ജീവിതം മുഴുവൻ പ്രവചനങ്ങളുടെ നിവർത്തീകരണമായിരുന്നു. സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ പട്ടണമായ ഗലീലയും വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ച പ്രവചനത്താൽ യേശു കർത്താവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ആ പറയപ്പെട്ട പട്ടണങ്ങളെ ബേസ് ചെയ്തായിരുന്നു. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് തന്നെ ഗലീലയിലെ കാനാവിലായിരുന്നു, ഒരു കല്യാണ വീട്ടിൽ. അങ്ങനെയാണ് പ്രവചനം യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ പട്ടണമായ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം, ഇരുട്ടിലിരുന്ന ദേശം വലിയ വെളിച്ചം കണ്ടു. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ദേശം, ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു എന്ന് എഴുതിയിട്ടില്ലേ? നിങ്ങൾക്കറിയാമോ, ഗലീല എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനം ഇരുട്ട് പിടിച്ച സ്ഥലം എന്നായിരുന്നു. ഗലീല എന്ന് പറയുന്ന ദേശത്തെ കുറിച്ചുള്ള പ്രവാചകന്മാർ പ്രവചിച്ചതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ ഗലീല ഇരുണ്ട ദേശമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവപ്രവൃത്തികൾക്ക് സാധ്യതയില്ലെന്ന് പ്രാർത്ഥിച്ചവര് പോലും പറഞ്ഞ, ജാതികൾ പറഞ്ഞ, സകല മനുഷ്യരും പറഞ്ഞ ഇരുട്ടുപിടിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. വിശ്വസിക്കുന്ന ചിലരോട് പറയുന്നു, എൻ്റെ വീടൊരു തകർന്ന വീടാണ്, എൻ്റെ വീടൊരു ഇരുട്ട് പിടിച്ച വീടാണ്, എൻ്റെ ജീവിതം ഒരു ഇരുട്ട് പിടിച്ച ജീവിതമാണ്, എൻ്റെ ജീവിതം ഗലീല പോലൊരു തകർന്ന ജീവിതമാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഓൺലൈൻ സർവീസിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ അത്ഭുതം നിന്റെ മേളിലാണ് കർത്താവ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അത് സ്വീകരിക്കാൻ തയ്യാറായ ആദ്യത്തെ മിറക്കിൾ, the first wonder, first miracle is happening in your house. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ, ജാതികളുടെ പട്ടണമായ ഗലീല എന്ന് വിശേഷിപ്പിച്ച, ഇരുളടഞ്ഞ ദേശമെന്ന് വിശേഷിപ്പിച്ച ആ സ്ഥലത്തിലല്ലേ, ആ പട്ടണത്തിലല്ലേ യേശു കർത്താവ് ഫസ്റ്റ് മിറക്കിൾ ചെയ്തത്? കാനാവ് എന്ന് പറയുന്ന സ്ഥലം എവിടെയായിരുന്നു? ഗലീലയിൽ. ആ കാനാവിലെ കല്യാണത്തിലല്ലേ പച്ചവെള്ളം വീഞ്ഞാക്കി കർത്താവ് മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തിക്ക് സാധ്യതകളില്ല എന്നും മനുഷ്യനും ഒരുപക്ഷെ പ്രാർത്ഥിച്ചവര് പോലും പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്ന ആ മേഖലയിലേക്ക് കർത്താവ് കയറി വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടേക്ക് കർത്താവ് കയറി വരാൻ പോവുകയാണ്. പിന്നെ അവിടുന്ന് പോകത്തില്ല.
പിന്നെ ആ പട്ടണങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും അവന്റെ സകല പ്രവൃത്തികളും. പിന്നെ ആ ഭവനത്തെ വിട്ട് പോകത്തില്ല. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അവന്റെ സകല അത്ഭുതങ്ങളും. പ്രതീക്ഷകൾ കൈവിട്ട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നെങ്കിൽ നിനക്കൊരു പ്രതീക്ഷ കർത്താവ് തരികയാണ്. ജാതികളുടെ പട്ടണമായ ഗലീല വലിയൊരു വെളിച്ചം കണ്ടു. ജാതികളുടെ പട്ടണമായ ഗലീല വലിയൊരു വെളിച്ചം കണ്ടു. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാവേ, മക്കളുടെ ജീവിതത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത്, അവരുടെ ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ നിന്നോട് പറയുന്നു, എൻ്റെ കുഞ്ഞിന്റെ ജീവിതം ഇരുണ്ടടഞ്ഞു പോയി, എൻ്റെ കുഞ്ഞ് ഇരുട്ടിലാണ്, എൻ്റെ മക്കൾ ബന്ധനത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, പറയുന്നെങ്കിൽ, ആ മകനെ, ആ മകളെ വലിയൊരു വെളിച്ചമാക്കി മാറ്റാൻ, അത്ഭുതമാക്കി മാറ്റാൻ യേശുവിന് കഴിയും. ഞാൻ എന്റെ മെസ്സേജിലേക്ക് വരികയാണ്. ദൈവപ്രവർത്തിക്ക് സാധ്യതയില്ല എന്ന് ലോകം വിധി എഴുതിയ ഗലീലയിൽ യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചു. അതും പ്രൊഫസിയുടെ ഫുൾഫിൽമെന്റ് ആണ്. ജനിക്കേണ്ടത് എവിടെയാണ്? ജനിക്കേണ്ടത് എവിടെയാണ്? മീഖായുടെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രായേലിന്, ലോക ജനതയ്ക്ക്, മാനവ കുലത്തിന് അധിപതിയായിരിക്കേണ്ടവൻ ഉത്ഭവിച്ചു വരുന്ന സ്ഥലമാണ് ബത്ലഹേം. ഹല്ലേലൂയ. യേശു ബത്ലഹേമിൽ ജനിക്കുമെന്നുള്ളത് മീഖ പ്രവചിച്ച പ്രവചനമാണ്. യേശുവിന്റെ ജനനം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ ജീവിതം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ മരണം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ അടക്കം എല്ലാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അടക്കം എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല എന്നൊരു പ്രൊഫസി, പ്രവചനം യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചതാണ്. അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നൊരു പ്രവചനം യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. കുറുനരികൾക്ക് കുഴിയും പറവകൾക്ക് ആകാശവും ഈ ഭൂമിയിലുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞ കർത്താവായ യേശു മശിഹായെ അടക്കിയത് എവിടെയാണെന്നറിയാവോ? ഒരു മിനിസ്റ്ററിന്റെ, ഒരു മന്ത്രിയുടെ, അന്നത്തെ കാലത്തെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയുടെ, ആരെയും വെച്ചിട്ടില്ലാത്ത പൂന്തോട്ടത്തിനകത്തുള്ള, ഗാർഡനകത്തുള്ള അരുമത്യയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. കാരണം അവിടെ അല്ലാതെ വേറെ എങ്ങും അടക്കാൻ പറ്റുകയില്ല. കാരണം പ്രവചനം കിടക്കുകയാണ്, അവനെ അടക്കിയത് സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നെന്ന്. 2, ആ കല്ലറയ്ക്കുള്ള പ്രത്യേകത, അത് മണ്ണിൽ വെട്ടിയ കല്ലറയല്ലായിരുന്നു, അത് കല്ലിനകത്ത് വെട്ടിയ കല്ലറയിലായിരുന്നു. മൺതരികൾ ആ കല്ലറയിൽ ഇല്ലായിരുന്നു. കാരണം എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിന്റെ മേളിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രോമിസ് നിന്റെ മേലുണ്ടെങ്കിൽ, കാലങ്ങൾ എത്ര പിന്നിട്ടാലും, കാലഘട്ടങ്ങൾ എത്ര മാറിത്തിരിഞ്ഞാലും, പറഞ്ഞ വാക്കുകൾ ദൈവം മാറ്റി പറയത്തില്ല. ആ വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനം മുഴുവൻ പ്രവചനങ്ങളാണ്, പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. കർത്താവേ, അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന്റെ എൻറ്റയർ ദ ലൈഫ് ഈ ഭൂമിയിൽ തിരസ്കരണങ്ങൾ, തള്ളപ്പെടലുകളായിരുന്നല്ലോ. അപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ എന്നെ അറിയിച്ചത്, മോനെ, നിങ്ങളൊക്കെ ജനിച്ചതിന് ശേഷമല്ലേ, ഈ ഭൂമിയിൽ പലരും ജനിച്ച് പ്രായവും പക്വതയായതിനു ശേഷമല്ലേ അവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നും ഇവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നും അവരെന്നെ തള്ളിയെന്നും ഇവരെന്നെ ഒറ്റപ്പെടുത്തിയെന്നും ഒക്കെ മനസ്സിലായത്. പക്ഷെ എന്റെ പുത്രനില്ലേ, എന്റെ മകൻ, എന്റെ ഏകജാതനായ മകൻ, മറിയത്തിന്റെ ഉദരത്തിന്റെ പരിമിതികളിൽ തുടങ്ങിയതാണ് അവനോടുള്ള
തിരസ്കരണങ്ങൾ. വേദപുസ്തകത്തിൽ ലൂക്കോസ് 2:7 പറയുന്നു, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ. ബാക്കി എല്ലാവർക്കും വഴിയമ്പലത്തിൽ ഇടമുണ്ട്. എന്താണ് ഈ വഴിയമ്പലത്തിന്റെ ചരിത്രം? ഈ ജോസഫിന്റെ നാടാണ് ബേത്ലഹേം. ആരുടെ നാടാ? ജോസഫിന്റെ നാടാണ്. പക്ഷേ ജോസഫിന്റെ ഇപ്പോഴത്തെ ഭവനവും അന്നത്തെ ഭവനവും ഇപ്പോഴും ഉണ്ട്. ആ വീട് ആർക്കിയോളജിക്കൽ സൈറ്റാണ്, അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ജോസഫിന്റെ അന്നത്തെ ആ ഭവനവും ജോസഫിന്റെ കാർപ്പന്റർ ഷോപ്പ്, തടിപ്പണിക്കാരനായിരുന്നു. ആ പണിശാലകളെല്ലാം നസ്രയത്തിലായിരുന്നു. ഈ നസ്രയത്തിൽ നിന്ന് 80 മൈൽ ദൂരമുണ്ട് ബെത്ലഹേമിലേക്ക്. അപ്പോൾ ഈ യാത്രയിൽ, ഈ 80 മൈലുള്ള ഈ യാത്രയിൽ, 80 മൈൽ എന്ന് പറഞ്ഞാൽ 128 കിലോമീറ്റർ ഉണ്ട്. 128 കിലോമീറ്റർ നസ്രയത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക്. ആ യാത്രാമധ്യയിൽ യേശു കർത്താവിന് ജനിക്കുവാനുള്ള സമയമായപ്പോൾ മറിയത്തിന് കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള പെയിൻ തുടങ്ങിയപ്പോൾ, ഈ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പം പല ആളുകൾ ലോങ് ജേർണി പോവുകയാണെങ്കിൽ അവർ ഹോട്ടലുകൾ എടുത്ത് താമസിക്കും, എന്നിട്ട് അടുത്ത ദിവസം യാത്ര ചെയ്യും. അന്ന് കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇടത്താവളങ്ങൾ ഉണ്ടായിരുന്നു. ഇടത്താവളങ്ങൾ. യേശു കർത്താവിനെ പ്രസവിക്കുവാൻ വേണ്ടി മേരിയും ജോസഫും കൂടെ ഈ വഴിയമ്പലത്തിന്റെ വാതിലിൽ മുട്ടി. ആ ഇടത്താവളത്തിന്റെ വാതിലിൽ മുട്ടിയപ്പോ അതിന്റെ നടത്തിപ്പുകാരൻ പറഞ്ഞു, ഇതിനകത്ത് ഫുള്ളാണ്, ഇതിനകത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞു. അടുത്ത സ്ഥലം പിടിക്കാൻ സമയമില്ല. പെട്ടെന്നവർ നോക്കുമ്പോൾ ഈ ഹോട്ടലിൽ, ഈ വഴിയമ്പലത്തിൽ പാർത്തിരിക്കുന്ന പലരുടെയും, ജോസഫിന്റെ ഉൾപ്പെടെ, കഴുതയും കുതിരകളെ കെട്ടിയിരിക്കുന്ന ഒരു പശുശാല പോലെ ഒരു ക്രമീകരണം അവിടെ ആ വഴിയമ്പലത്തിനുണ്ട്. അവിടെ യേശുവിനെ കിടത്തി എന്ന് വേദപുസ്തകം പറയുന്നു. എന്റെ മെസ്സേജ് ഇതാണ്: വഴിയമ്പലത്തിനകത്ത് എല്ലാവർക്കും സ്ഥലം ഉണ്ടായിരുന്നു. മറിയത്തെയോ ജോസഫിനെയോ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ആ പ്രശ്നം നാട്ടുകാരടിച്ചിറക്കിയ ഒരു കഥയാണ്. ആ കഥ മറിയത്തിന് അനുകൂലമല്ലായിരുന്നു. വിവാഹിതയാകുന്നതിന് മുൻപ്, അവിവാഹിതയായിരുന്നപ്പോൾ, കൂടി വരും മുൻപേ അവൾ ഗർഭവതിയായി. ഒരു സ്ത്രീ ഗർഭവതിയായാൽ 8 മാസം 9 മാസം 7 മാസം ഒക്കെ കഴിയുമ്പോൾ പറയണ്ട, കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ലോക സഹജമാണ്. ഹല്ലേലൂയ. അപ്പോൾ നാട്ടുകാരുടെ ഇടയുടെ എല്ലാം ഒരു കുശുകുശുപ്പ്. എന്തിനേറെ പറയുന്നു, സ്വപ്നത്തിൽ മറിയത്തിന്റെ ഭർത്താവായ യേശുവിന്റെ വളർത്തച്ഛനായ ജോസഫിനോട് സ്വപ്നത്തിൽ വന്ന് ദൂതൻ, മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാ പുള്ളി ഡിവോഴ്സ് ചെയ്യാൻ. അങ്ങനെയുണ്ട് ബൈബിളിൽ വാക്യം, മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. മറിയത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജനിക്കാൻ വഴിയമ്പലത്തിൽ ഇടം കൊടുക്കാതെ വഴിയമ്പലക്കാർ സ്ഥലമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുന്ന ആ രംഗമുണ്ടല്ലോ, മനസ്സിലാക്കണം, ഒരു സമൂഹം അവനെ തള്ളുകയാണ്. ഒരു സമൂഹം അവനെ റിജക്റ്റ് ചെയ്യുകയാണ്. പുറത്തു വന്നിട്ടില്ല, ആള് ജനിച്ചിട്ടില്ല, വയറ്റിൽ വെച്ച് തന്നെ അവന് ഇടം കൊടുക്കാതെ ഒരു സമൂഹം അവനെ റിജക്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. പെട്ടെന്ന് ജോസഫിന് വീണ്ടും എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട്
മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ഈ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ അന്വേഷണം നടത്തുന്നുണ്ട്. യേശു കർത്താവ് ജനിച്ച് ദിവസങ്ങൾ, മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുകയാണ്, പെട്ടെന്ന് കുഞ്ഞുമായിട്ട് സ്ഥലം വിടണം, ഈ സ്ഥലത്തുനിന്ന് പോണം, ഈജിപ്തിലേക്ക് പോണം. ഇന്നത്തെ പോലല്ല, അന്ന് ട്രെയിൻ ബുക്ക് ചെയ്യാനോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പെട്ടെന്ന് പോകാൻ പറ്റുകയില്ല. ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും ദൂരം ഇസ്രായേലിൽ നിന്ന്, ഇസ്രായേൽ ഒരു രാജ്യമാണ്, ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്രൈം അത് വേറൊരു രാജ്യമാണ്. ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് അന്നത്തെ കാലത്ത് പോകണമെങ്കിൽ വാഹന മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ, കഴുതയോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങളേ ഉള്ളൂ. മറിയത്തെയും കുഞ്ഞിനെയും കഴുതപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് യോസഫ് നടക്കുകയാണ്. ആ നടത്തം തിരസ്കരണത്തിന്റെ ഒരു നടത്തമല്ലേ? ജനിച്ചെടുത്ത് വളരാൻ പറ്റാതെ ജന്മദേശം റിജക്ട് ചെയ്യുന്ന കണ്ടോ? പ്രസവിക്കാൻ ഇടം കൊടുക്കാതെ സമൂഹം റിജക്ട് ചെയ്ത കണ്ടോ? ശ്രദ്ധിക്കുന്നു നിങ്ങൾ? ഹല്ലേലൂയ. പിന്നെ നമ്മൾ കർത്താവിനെ കാണുന്നത് സ്നാപക യോഹന്നാനോടുള്ള ബന്ധത്തിലാണ്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? എന്നാറേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചു, കർത്താവിന്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. വരാനുള്ളവൻ, യോഹന്നാൻ എന്താ ചോദിച്ചേ? വരാനുള്ളവൻ നീയോ, അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമോ? യേശു ക്രിസ്തു ആര് എന്നുള്ളത് ഈ ലോകത്തിലെ എല്ലാവർക്കും കൺഫ്യൂഷനായിരുന്നു. അവൻ തച്ചന്റെ മകനല്ലയോ? അവൻ ജോസഫിന്റെ മകനല്ലയോ? അവൻ നസ്രയത്തുകാരനല്ലയോ? ഇവൻ എങ്ങനെയാ ജനിച്ചത്? ഇവൻ എവിടുത്തുകാരനാണ്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എല്ലാവരുടെയും അകത്തിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായ സ്നാപക യോഹന്നാൻ യോർദാനിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പൊതുസമൂഹത്തോട്, അന്നത്തെ കാലഘട്ടത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ യോർദാനിൽ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് സെപ്പറേറ്റ് ചെയ്ത് പതിരിനെ തീക്കകത്തേക്ക് അവൻ തള്ളിക്കളയും. ഞാൻ ചോദിക്കട്ടെ, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പൊതുസമൂഹത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞ ആരാ? സ്നാപക യോഹന്നാൻ. ഇതേ യോഹന്നാനെ ഹെരോദാവ് കാരാഗ്രഹത്തിലാക്കി, തടവറയിലാക്കി, പ്രതികൂലത്തിലൂടെ പോയി, ഈ പുള്ളി പ്രശ്നത്തിലൂടെ പോയി, പ്രതിസന്ധിയിലൂടെ പോയി, മരണത്തെ മുന്നിൽ കണ്ടു. ഉടനെ ഈ മനുഷ്യൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ആളയപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, പുള്ളിയോടൊന്ന് പോയി ചോദിക്ക്, ആ യേശു എന്ന് പറഞ്ഞില്ലേ, ഞാൻ സ്നാനപ്പെടുത്തിയ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സ്നാനപ്പെടുത്തിയ പുള്ളിയില്ലേ, പുള്ളിയോടൊന്ന് പോയി ചോദിച്ചേച്ചു വാ, വരാനുള്ളവൻ പുള്ളി തന്നെയായിരുന്നു എന്ന്. വരാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? അപ്പോ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാനും യേശുവിനെ തള്ളി. ശരിക്കും തള്ളിയല്ലേ? 21-ാം വാക്യത്തിൽ യേശു അതിന് ഉത്തരം പറഞ്ഞ എന്നാന്നറിയോ? ആ നാഴികയിൽ ഈ സംശയരോഗികൾ അവിടെ വന്ന് പറഞ്ഞ, ഈ സംശയരോഗികൾ ഉറക്കെ പറയണം, ഈ സംശയരോഗികൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ നാഴികയിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? അവിടെ നിന്ന ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച എല്ലാത്തിനെ, കുരുടന്മാരെല്ലാം ഇനി വരാൻ പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാർ കണ്ണുറന്ന് കണ്ടോളാൻ പറഞ്ഞു.
പ്രാർത്ഥിച്ചു. കുരുടന്റെ കണ്ണങ്ങ് തുറന്നു. ചെകിടന്മാരെല്ലാം ഇനി വരാൻ പറഞ്ഞു. ചെകിടന്മാരെ മുന്നിൽ കൊണ്ടുവന്നു. കൈവച്ച് പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ചെകിടന്മാരുടെ ചെവിയെല്ലാം തുറന്നു. 22-ാമത്തെ വാക്യത്തിൽ ഇവരോട് പറഞ്ഞു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ പോയി അറിയിക്കുക. എന്നിട്ട് 23-ാമത്തെ വാക്യത്തിലാണ് ഈ മെസ്സേജുമായിട്ട് ഇത് കണക്ട് ആകുന്നത്. യേശു പറഞ്ഞു, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ. അപ്പൊ യോഹന്നാൻ എന്തു പറ്റി? ആരാ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞത്? ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞത്. പക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ പുള്ളിയും സംശയിച്ചു പോയി, പുള്ളിയും തെറ്റിദ്ധരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, പിശാച് ഒരിക്കലും നമ്മുടെ ലൈഫിനെ ആ നിലയിൽ കൊണ്ടുപോകരുത്, ഇടറിപ്പോകരുത്. വിശ്വാസത്തിലും ദൈവത്തിന്റെ കൃപയിലും ഉറച്ചു നിൽക്കണം. ഒന്ന് കൈകൾ അടിച്ചത്. വിശ്വാസത്തിലും ദൈവത്തിന്റെ കൃപയിലും. ആദ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തു സൂക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുവാനിടയാകും. ഏറ്റവും അവസാനം വരെ. ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സംഭവമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഹെരോദാവിനെ വിറപ്പിച്ചവനായിരുന്നു, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നവനായിരുന്നു എന്നൊന്നും പറയുന്നതിലല്ല കാര്യം. നിന്റെ ഊർജ്ജശ്വാസം പോകുന്നത് വരെയും, നീ ഈ ഭൂമിയിൽ നിൽക്കുന്ന അവസാന നിമിഷം വരെയും കർത്താവിലുള്ള വിശ്വാസത്തിൽ, ദൈവത്തിന്റെ കൃപയിൽ തെല്ലും ഇടറിപ്പോകാതെ അഭിഷേകത്തിൽ, ആത്മനിറവിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഭയോട്, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് ആലോചന അറിയിക്കുകയാണ്. വരാനുള്ളവൻ നീ തന്നെയാണോ? അതോ ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണോ? ഞങ്ങളോട് ഇത് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ വിട്ടതാണ്. കർത്താവ് ആ സ്നാപക യോഹന്നാൻ ഇടറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇടറിപ്പോകുന്നവൻ അങ്ങ് വോട്ടെന്നല്ല, അവൻ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പോട്ടിൽ നിന്ന് അന്ധനെയും കുരുടനെയും ചെകിടനെയും എല്ലാം വിളിച്ച് കർത്താവ് ഹീൽ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഈ കാണുകയും ഈ കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിക്കണം. കാരണം ഒരൊറ്റ വ്യക്തി പോലും സംശയിച്ച് തെറ്റിദ്ധരിച്ച് വിശ്വാസത്തിൽ നിന്ന് പോകരുത്. തെറ്റിദ്ധരിപ്പിക്കാൻ പിശാചുണ്ട് ഇവിടെ, തെറ്റിദ്ധരിപ്പിക്കാൻ സാത്താന്റെ ദൂതനുണ്ട് ഇവിടെ, തെറ്റിദ്ധരിപ്പിക്കാൻ അശുദ്ധാത്മാക്കൾ ഉണ്ട് ഇവിടെ. പക്ഷേ അതിന്റെ നടുവിൽ ഏറ്റുപറഞ്ഞ വിശ്വാസവും ഏറ്റെടുത്ത ദൈവകൃപയും പ്രാപിച്ച അഭിഷേകവും വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ ആ കൃപയുടെ വാക്കുകളും നിലനിർത്തണം. ജനിക്കുവാൻ ഇടം കൊടുക്കാതെ സമൂഹം തള്ളി, ജനിച്ചെടുത്ത് വളരാൻ അനുവദിക്കാതെ ജന്മദേശം തള്ളി. അവനെക്കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാനും അവങ്കൽ ഇടറിപ്പോയി, അല്ലെങ്കിൽ മൈൻഡ് കൊണ്ട്, മനസ്സുകൊണ്ട് റിജക്ട് ചെയ്തു. ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി. അത് യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോഴേ ഈ കടിഞ്ഞൂലായ ആൺകുഞ്ഞുങ്ങളെയൊക്കെയും ആലയത്തിൽ കൊണ്ടുചെന്ന് പ്രതിഷ്ഠിക്കണം എന്നൊരു നിയമം അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മറിയയും ജോസഫും കൂടെ ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ദൈവാലയത്തിലേക്ക് പോയി. ആ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ, ഈ ഒരു ആൺകുഞ്ഞിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ യാഗമാക്കണം എന്നുണ്ട്. ദേവാലയത്തിൽ കയറി ചെല്ലുമ്പോൾ അന്ന് വ്യവസ്ഥകളാണ്. ഇന്നാണ് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ നിൽക്കുന്നത്, കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നത്. അന്ന് മുഴുവൻ നിയമങ്ങളാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കുറുപ്രാവിന്റെ കുഞ്ഞുങ്ങളെങ്കിലും കൈ വേണം. ഇങ്ങനെയാണ് അതിൻ്റെ ബിബ്ലിക്കൽ ബേസ്. വലിയ സമ്പന്നതകളുള്ളവരാണെങ്കിൽ അവരുടെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കാൻ പോകുമ്പം ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാവിനെയും ഒക്കെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കും.
ഈ ദാവീദ് ശലോമോനെ പ്രതിഷ്ഠിച്ചപ്പോഴേ കെദ്രോൺ തോട്, ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ പിന്നിലൂടെ ഒഴുകുന്ന ഒരു തോടാണ് കെദ്രോൺ തോട്. ഈ യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ രക്തവും വേസ്റ്റും ഒക്കെ ഈ തോട് വഴി ഒഴുകിപ്പോവും. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ശലോമോനെ ദാവീദ് പള്ളിയിൽ ആലയത്തിൽ പ്രതിഷ്ഠിച്ചപ്പം കെദ്രോൺ തോട് രക്തമായി മാറിയെന്നാണ് പറയുന്നത്. അതിൽ അത്രമാത്രം കാളക്കിടാവിനെയും, കിങ് അല്ലേ, രാജാവിൻ്റെ മകനല്ലേ, അത്രമാത്രം കാളക്കിടാവിനെയും ആട്ടുകൊറ്റനെയും ഒക്കെ അവന് വേണ്ടി ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ചു. പക്ഷേ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായ എൻ്റെ യേശു കർത്താവിനെ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ മറിയത്തിൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നെന്നറിയാവോ? 2 കുറുപ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ. വായിക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 24-ാം വാക്യം. അവനെ കർത്താവിന് അർപ്പിക്കുവാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞുങ്ങളെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിക്കാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. മറിയത്തിൻ്റെ കയ്യിൽ യേശു കർത്താവുണ്ട്. ജോസഫിൻ്റെ കയ്യിൽ, can you please imagine that? ജോസഫിൻ്റെ കയ്യിൽ കുറുപ്രാവിൻ്റെ പ്രാക്കുഞ്ഞുങ്ങളുണ്ട്. സമ്പന്നന്മാരോടൊപ്പം നിൽക്കാൻ ആട്ടുകൊറ്റന്മാർ കയ്യിലില്ല, കളക്കിടാങ്ങൾ കയ്യിലില്ല. കുറുപ്രാവിൻ്റെ കുഞ്ഞുങ്ങളുമായി കയറി പോവുകയാണ്. നിങ്ങൾക്കറിയാമോ മറിയത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞില്ലേ, ഒരിക്കൽ ആ കുഞ്ഞ്, അന്ന് കുഞ്ഞല്ല, യഹോവയായ ദൈവം let there be light, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടാക്കി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ഈ തോളിൽ കിടക്കുന്നത്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ഈ തോളിൽ കിടക്കുന്നത്. ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനാവെന്ന് അനക്കി, ആ തോളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിനാവെന്ന് അനക്കി, ഒന്ന് പറഞ്ഞാൽ 1000കണക്കിന് ആട്ടുകൊറ്റന്മാരും കാളക്കിടാങ്ങളും നിരക്കും അവിടെ. പക്ഷേ ബൈബിൾ പറയുന്നു, ഞാനും നിങ്ങളും സമ്പന്നനാകുവാൻ അവൻ ദരിദ്രനായി ഭൂമിയിലേക്ക് വന്നു. ഒന്ന് കരമടിച്ച്, ഞാനും നിങ്ങൾ സമ്പന്നനാകുവാൻ അവൻ ദരിദ്രനായി ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ മറുഭാഗത്ത് വിശ്വസിക്കുന്നവരോടൊരു മെസ്സേജ് ഞാൻ പറയാം. സമ്പന്നന്മാരോട് കൂടെ നിൽക്കുവാൻ നിനക്ക് കാളക്കിടാവില്ലെങ്കിലും, പണക്കാരുടെ കൂടെ നിൽക്കാൻ നിനക്ക് ആട്ടുകൊറ്റന്മാരില്ലെങ്കിലും, നിന്റെ തോളിൽ കിടക്കുന്ന ഈ കുഞ്ഞില്ലേ, നിനക്കത് ഇനഫാണ്. ആരുടെ കയ്യിലും ഇല്ലത്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് നിന്റെ അകത്തുണ്ടോ? സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ നിന്റെ ആത്മമനുഷ്യനിൽ ജനിച്ചിട്ടുണ്ടോ? അത് ഇനഫാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ആട്ടുകൊറ്റനോ കാളക്കിടാവോ മറിയത്തിന്റെ കയ്യിൽ ഇല്ലെങ്കിലും, ജോസഫിന്റെ കയ്യിൽ കുറുപ്രാവിന്റെ കുഞ്ഞെ ഉള്ളെങ്കിലും, അവിടെ നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പോലൊരു കുഞ്ഞാണോ മറിയമേ നിന്റെ കയ്യിലിരിക്കുന്നേ? കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് അന്ധന്റെ കണ്ണ് തുറക്കേണ്ടവൻ, ചെകിടന്റെ ചെവിയെ കേൾപ്പിക്കേണ്ടവൻ, ഊമരെ സംസാരിപ്പിക്കേണ്ടവൻ, മരിച്ചവരെ ഉയർപ്പിക്കേണ്ടവൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കേണ്ടവൻ, മാനവകുലത്തെ മുഴുവനും തന്റെ രക്തത്താൽ വിമോചിപ്പിക്കേണ്ടവൻ. എന്തിനേറെ പറയുന്നു, ആമേൻ, ആദം തുടങ്ങി സകല പഴയ നിയമ വിശുദ്ധന്മാരെയും പാതാളത്തിനകത്തു പോയി ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരണവൻ. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞു ഉപദേശി ചങ്കത്ത് തട്ടിപ്പാടിയത്. ഹല്ലേലൂയ. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്ത്. കർത്താവിനെ അറിയുന്നവനെ കർത്താവ് അനുഗ്രഹിക്കുമോ? ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. നന്മ വരും, ഉറപ്പായിട്ടും വരും.
ഉറപ്പായിട്ടും വരും. ബൈബിൾ പറയുന്നു, അവൻ എന്നെ മനുഷ്യരെ തലയിലൂടെ കയറി ഓടിക്കുമാറാക്കി, എങ്കിലും അവൻ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം വർദ്ധിച്ചു, അവരുടെ കന്നുകാലികളൊന്നും കുറഞ്ഞു പോയില്ല. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ദൈവം അനുഗ്രഹിക്കും, ഉറപ്പാണ്. പക്ഷേ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സമ്പത്തല്ല യഥാർത്ഥ സമ്പത്ത്. അത് ഈ ഭൂമിയിൽ തന്ന താൽക്കാലിക സമ്പത്താണ്. പക്ഷെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ധനം യേശുവാണ്. ഹല്ലേലൂയ. ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. യേശു എന്റെ സമ്പത്താന്നുള്ളവർ ശബ്ദം ഉയർത്തി പാടിയേ. ഓ എന്റെ സമ്പത്തെന്നു യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെല്ലുയർത്തവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വെല്ലുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു സമ്പത്താകുന്നു. അത് ശരിയാണെങ്കിൽ ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഈ ചില ആളുകൾ ഭയങ്കര വിഷമത്തോടെ പറയുന്ന എങ്ങനെയുണ്ട്, ബ്രദറെ എനിക്ക് യേശു മാത്രമേ ഉള്ളെന്ന്. എനിക്ക് ബ്രദറെ ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളെന്ന്. എൻ്റെ ചോദ്യം വേറെ ആര് വേണമെന്നുള്ളതാണ്. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? യേശു നിനക്ക് സമ്പത്തായി ഉണ്ടെങ്കിൽ, മക്കളെ, നിങ്ങളുടെ മക്കളുമാർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ഇതായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സമ്പത്ത് ഇതായിരിക്കണം. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് തന്ന സമ്പത്ത് ഇതാണ്. ഹല്ലേലൂയ. സമ്പത്ത് തലമുറകളായി, ജനറേഷൻ ബൈ ജനറേഷനായി അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. മറിയയും ജോസഫും കൂടെ ഈ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ, സമർപ്പിക്കുവാൻ ജെറുസലേം ദേവാലയത്തിൽ എത്തിയപ്പോൾ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവിടെ ശിമയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനും പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ കാത്തിരുന്നവനായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മശിഹായെ കാണാതെ, ക്രിസ്തു യേശുവിനെ കാണാതെ മരിക്കത്തില്ല നീ എന്നൊരു പ്രവചനം പുള്ളിയുടെ മേളിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഓർക്കണം, യഹൂദന്മാരെല്ലാം തന്നെ, എല്ലാ ഇസ്രായേൽ ജനതയും വർഷങ്ങളായി ഈ പ്രവചനം വീണത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. ആദം ഹൗവ തുടങ്ങി ഈ വീണ്ടെടുപ്പുകാരനെ, ഈ രക്ഷകനെ വെയിറ്റ് ചെയ്യുകയാണ്. ആദം ഹൗവ തുടങ്ങി ഇങ്ങോട്ട്, നോഹ തുടങ്ങി ഇങ്ങോട്ട്, മുഴുവൻ ആളുകളും ഈ രക്ഷകനെ, വീണ്ടെടുപ്പുകാരനെ വെയിറ്റ് ചെയ്യുകയാണ്. സകല പ്രവാചകന്മാരും, ഏലിയാവും മോശയും സകലമായ ആളുകളും കർത്താവിനെ കാത്തിരുന്നവരാണ്, ദാവീദും എല്ലാം. പക്ഷേ ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പച്ചനോട്, ദീർഘനാളുകളായി ആലയം വിട്ടു പിരിയാതിരുന്ന ഒരു പിതാവിനോട് ദൈവാത്മാവ് പറഞ്ഞിരുന്നു, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പരിശുദ്ധാത്മാവിൽ അവൻ അരുളപ്പാട് ഉണ്ടായെന്ന് അവിടെ 26 പറയുമ്പോൾ 25 എഴുതിയിട്ടുണ്ട്, അവൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെന്ന്. ആ പരിശുദ്ധാത്മാവുള്ളവനാണ് പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത്. അവൻ നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസകനായി കാത്തിരുന്നവനായിരുന്നു.
ഈ ശിമയോൻ ദേവാലയത്തിലാണ് കാത്തിരുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഇപ്പൊ കൃത്യമായി മറിയയും ജോസഫും കൂടെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കാൻ അവിടേക്ക് കൊണ്ട് കയറി ചെല്ലുകയാണ്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ശിമയോൻ വളരെ പ്രായം ചെന്ന മനുഷ്യനാണ്. ഒരു പക്ഷേ പുറമേയുള്ള കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ടാകും, മുഖം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടാകും, വർഷങ്ങളായി പള്ളിക്കകത്തിരിക്കുകയാണ്. പുള്ളി ഈ മനുഷ്യൻ എങ്ങനെ അറിഞ്ഞു യേശുവിനെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്? മശിഹായെ, ഇസ്രായേലിന്റെ ആശ്വാസകനെ, വീണ്ടെടുപ്പുകാരനെ ഈ പള്ളിക്കകത്ത് ഇപ്പോൾ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഈ അപ്പച്ചൻ എങ്ങനെ അറിഞ്ഞു? 1 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് താഴെയുള്ള ഒരുമാതിരിപ്പെട്ട പിള്ളേരെ എല്ലാം കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും. നിങ്ങൾ ചിന്തിക്കരുത് ഒരു കൊച്ചിനെ മാത്രം വന്ന് പ്രതിഷ്ഠിക്കുന്നതെന്ന്. ഒരുപാട് കുഞ്ഞുങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ അപ്പച്ചൻ എങ്ങനെ അറിഞ്ഞു? ആത്മതലങ്ങൾ എപ്പോഴും ആത്മാവുള്ളവന് പിടികിട്ടുന്നതാണ്, അല്ലാത്തവൻ ഇത് ഭോഷത്വമാണ്. ഈ മനുഷ്യന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ജനിച്ച കർത്താവിനെയും കൊണ്ട് ഈ പള്ളിക്കകത്ത് കയറിയതും പുള്ളിക്കത് ഫീൽ ചെയ്തു. ദൈവത്തിന്റെ ഉള്ളിലുള്ള ദൈവജനമേ, കർത്താവിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന വിശ്വാസിയെ, ഇതൊരു അനുഭവമാണ്. ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. അത് ഫീൽ ചെയ്തു, പുള്ളിക്ക് ബോധ്യമായി. എന്നിട്ട് കൃത്യമായി നടക്കുകയാണ്. നിങ്ങളിത് ഇമാജിൻ ചെയ്യണം. എന്നിട്ട് എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുന്നില്ല, ഓരോ കൊച്ചുങ്ങളുടെ അടുക്കലും ഓരോ അപ്പൻ്റെ അമ്മയുടെ അടുക്കലും പോയി ചോദിക്കുന്നില്ല, മശിഹായായി പരിശുദ്ധാത്മാവിൽ ജനിച്ച കൊച്ചാണോ ഇത്? എനിക്കങ്ങനെ ഒരു ദൂതുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കൊച്ചിനെ കാണുമെന്ന്. ഇതാണോ? ഇതല്ല. ഇതാണോ? ഇതല്ല. ഈ കുഞ്ഞാണോ? ഇങ്ങനൊന്നും പുള്ളിക്ക് ചോദിക്കേണ്ടി വന്നില്ല. പുള്ളിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. കൃത്യമായി അതാണ് 27-ാം വാക്യം പറയുന്നത്. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു. ഉള്ളവന് മാത്രം ചില നിയോഗങ്ങളെ ദൈവം ഇതിൽ കൽപ്പിക്കുകയാണ്. നിന്റെ മേളിൽ ചില നിയോഗങ്ങളെ ദൈവം ഇടുകയാണ്. ലക്ഷ്യം തെറ്റാത്ത നിയോഗങ്ങൾ, റൂട്ട് തെറ്റാത്ത നിയോഗങ്ങൾ, കൃത്യമായ നിയോഗങ്ങൾ. നിന്നെ ഒരു റോങ് പ്ലേസിലേക്ക് വിടത്തില്ല, നിങ്ങളെ ഒരു റോങ് കണക്ഷനിലേക്ക് വിടത്തില്ല, നിന്നെ ഒരു റോങ് സൈറ്റിലേക്ക് വിടത്തില്ല. ആത്മാവ് നിന്നെ നിയോഗിച്ചാൽ, ആത്മനിയോഗത്തിൽ നീ സഞ്ചരിച്ചാൽ, നീ ചെന്നെത്തുന്നത് കൃത്യസ്ഥലത്തായിരിക്കും. 28-ാം വാക്യം പറയുന്നു, ഈ ശിമയോൻ, മക്കളെ, ഇത് കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂസ്ഡ് ആക്കുന്നത് ഹോളി സ്പിരിറ്റ് അല്ല. ഹോളി സ്പിരിറ്റ് കൃത്യമായും ഡയറക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. വാ തുറന്ന് പറഞ്ഞ്, തെറ്റിദ്ധരിപ്പിക്കുന്നത് ദൈവമല്ല, പിശാചാണ്. ഒരു തെറ്റിദ്ധാരണയില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. കൃത്യമായി ശിമയോൻ മറിയത്തിന്റെ ജോസഫിന്റെ അടുക്കലെത്തി. ആ കൊച്ചിനെയും മേടിച്ചു. അതവിടെ എഴുതിയിരിക്കുന്ന 28-ാം വാക്യത്തിൽ, അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. എന്നിട്ട് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി 29-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ.
എന്റെ കാതിൽ ഞാൻ കേട്ടത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ. എന്റെ കാതിൽ ഞാൻ കേട്ടത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ. ഈ 2025 നിന്റെ കാതിൽ കേൾപ്പിച്ചതിനെ നിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവം കാണിക്കും. ഓ, വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? നിന്നോട് ദൈവം അറിയിച്ച അരുളപ്പാടുകളെ, ദൈവം നിന്നോട് അറിയിച്ച വാഗ്ദത്തങ്ങളെ, എന്നെ കാണുന്ന ദൈവത്തിന്റെ ദാസനെ, എന്നെ കാണുന്ന സഹോദര, എന്നെ കാണുന്ന സഹോദരി, നിന്നോട്, നിന്റെ തലമുറയോട്, സഭയോട്, കുടുംബത്തോട്, ശുശ്രൂഷയോട് പരിശുദ്ധാത്മാവ് തന്റെ പ്രവാചകന്മാരിലൂടെയും തന്റെ ദാസന്മാരിലൂടെയും തന്റെ വചനത്തിലൂടെയും അറിയിച്ച ദൈവത്തിന്റെ ഇടപെടലുകളെ നിന്റെ കണ്ണുകൾ കൊണ്ടവൻ കാണിക്കും, നിന്റെ കരത്തിൽ അവൻ ഏൽപ്പിക്കും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശിമയോനെ, നീ ഇപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് നിന്റെ കാതിൽ കേട്ട വാഗ്ദത്തമാണ്. നിന്റെ കണ്ണ് കണ്ടല്ലോ എന്ന് എഴുതിയിട്ടില്ലേ? നിന്റെ കണ്ണ് കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നീ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എന്റെ ആത്മാവ് നിന്റെ കാതിൽ കേൾപ്പിച്ചതാണ്. കാലം എത്ര കഴിഞ്ഞാലും, വർഷം എത്ര കഴിഞ്ഞാലും, ഞാൻ ഇങ്ങനെ ചിലരോട് പറയുന്നു, നീ മരിക്കുന്നതിന് മുൻപ് നിന്റെ മേലുള്ള മുഴുവൻ വാഗ്ദത്തങ്ങളെയും, നിന്റെ തലമുറയുടെ മുകളിലുള്ള മുഴുവൻ വാഗ്ദത്തങ്ങളെയും ദൈവം നിവർത്തിക്കും. അടിസ്ഥാനമിട്ടവൻ പണി പൂർത്തീകരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അടിസ്ഥാനമിട്ടവൻ. ശിമയോനെ, നിനക്ക് പ്രായം എത്രയുണ്ടെങ്കിലും, നിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞാലും, നിന്റെ ചെവിയുടെ കേൾവി കുറഞ്ഞാലും, നിന്റെ മുഖം ചുക്കിച്ചുളിഞ്ഞാലും, നിന്നോട് ഞാൻ അറിയിച്ചതിനെ, നിന്റെ കാതിൽ ഞാൻ കേൾപ്പിച്ചതിനെ ഞാൻ നിന്നെ കാണിച്ചിരിക്കും. എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? ആ വാക്ക് മാത്രം, ലൂക്കോസ് 2:32, എന്റെ കണ്ണ് കണ്ടുവല്ലോ, എന്റെ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണുകൾ കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ല. മഹത്വം എൻ്റെ യേശുവിന്. എല്ലാവരോടും ഞാൻ പറയുന്നു, രാത്രിയിൽ ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോ, ബൈബിൾ തുറന്നപ്പോ, ആ ബൈബിളിലോട്ട് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീണപ്പോ, അതിനകത്തുനിന്നൊരു വാക്യം നിന്റെ ഹൃദയത്തിൽ ദൈവം തന്നു. അതിങ്ങനെ വരയിട്ട് വെച്ചു, അല്ലെങ്കിൽ എഴുതി വെച്ചു, നോട്ട് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസന്മാരിലൂടെ, തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. ഇത് ഹൃദയത്തിൽ കോറിയിട്ട് വെച്ചു. പക്ഷെ സാഹചര്യം നോക്കുമ്പോൾ ഇത് നടക്കാനൊരു സാധ്യതയില്ല. അവസ്ഥ നോക്കിയാൽ ഇത് സംഭവിക്കാൻ എൻ്റെ മുമ്പിൽ ഒരു സാധ്യതകളും ഞാൻ കാണുന്നില്ല. പക്ഷെ വിശ്വസിക്കണം ശിമയോനെ, നിന്റെ കാതിൽ ദൈവാത്മാവ് കേൾപ്പിച്ചത് കാലങ്ങൾ പലത് പിന്നിട്ടപ്പോൾ നിന്റെ തലമുറയിൽ ആർക്കും കാണാൻ കഴിയാത്ത ഈ രക്ഷകനെ നിന്റെ കണ്ണ്, ഇത് പേഴ്സണലാണ്, നിന്റെ കണ്ണ്. എല്ലാവരും കാണണമെന്നില്ല, എല്ലാവരെയും കാണിക്കണമെന്നില്ല, പക്ഷെ കാത്തിരുന്നവനെ കാണിക്കും. എല്ലാവരും കാണണമെന്നില്ല, എല്ലാവരെയും കാണിക്കണമെന്നുമില്ല, പക്ഷെ കാത്തിരുന്നവനെ കാണിക്കും. ഈ എൻ്റെ കാതിൽ കേട്ടതല്ല, എൻ്റെ കണ്ണുകൾ കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എന്നേശുവേ. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തിപ്പാടി, എൻ കാതിൽ കേട്ടതല്ല, എൻ്റെ കാതിൽ കേട്ടതല്ല, എൻ്റെ കണ്ടിടുന്നു. മഹത്വം മഹത്വം മഹത്വം. ഇരു കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ
എന്റെ കണ്ണുകൾ കണ്ടിടുന്നു. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ. വർണ്ണിച്ചിടാൻ നാവു പോരായേ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ഒരു നീതിമാനാണോ? നീ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണോ? നീ ദേവാലയം വിട്ടു പിരിയാതെ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്നവനാണോ? നീ കാത്തിരുന്നത് നിന്നെ തേടി വരാൻ പോവുകയാണ്. നീ ഇരുന്ന സ്ഥലത്ത് അത് വരും. ശിമയോൻ ഇരുന്നെടുത്ത് ആ ദേവാലയത്തിനകത്തേക്ക് അവന്റെ വാഗ്ദത്തം കയറി ചെല്ലുകയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ഭവനത്തിനകത്തേക്ക് ചില വാഗ്ദത്തങ്ങൾ നടന്നു കയറി വരികയാണ്. ചില പ്രോമിസുകൾ നിന്റെ ജീവിതത്തെ ലക്ഷ്യമാക്കി വരികയാണ്. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കും. ജനിക്കുവാൻ സ്ഥലം കൊടുക്കാതെ സമൂഹം അവനെ തള്ളി. വളർന്ന ദേശത്ത് വളരുവാൻ അനുവദിക്കാതെ ജന്മദേശം യേശുവിനെ തള്ളി. യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യപ്പെടുത്തിയ, അവൻ ആര് എന്ന് ലോകത്തോട് വിളംബരം ചെയ്ത യോഹന്നാനും അവനിൽ ഇടറിപ്പോയി. പിന്നെ അവൻ പന്തിരി വരെ തൻ്റെ അടുക്കൽ വിളിച്ചു. സകലവിധ വ്യാധിയും ദീനവും പൊറുപ്പിക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും നൽകി. അതിൽ യേശു പറഞ്ഞു, ഒന്നാമൻ പത്രോസ്. ഒന്നാമൻ പത്രോസ്. ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് യേശു കർത്താവ് ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? ചിലർ ഇരമ്യാവെന്നും ചിലർ ഏലിയാവെന്നും ചിലർ സ്നാപക യോഹന്നാനെന്നും വിശേഷിപ്പിച്ചപ്പോൾ, അറിവിൽ നിന്ന് പലരും പറഞ്ഞ കേട്ടറിവുകളിൽ നിന്ന് പലതും വിളിച്ചു പറഞ്ഞപ്പോൾ, കൂട്ടത്തിൽ നിന്ന് ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു? ആർക്കും മുന്നോട്ടിറങ്ങി വന്ന് ഉത്തരം പറയാനുള്ള ആ ചങ്കൂറ്റമില്ലാതെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കുമ്പോൾ ഒന്നാമൻ പത്രോസ് എന്ന് വിശേഷിപ്പിച്ചവൻ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പുരുഷാരം കേൾക്കെ, സമൂഹം കേൾക്കെ, തൻ്റെ സഹപ്രവർത്തകരും കൂട്ടുവേലക്കാരും കേൾക്കെ വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അവനെ നോക്കി യേശു പറഞ്ഞു, ബറയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്. ജഡരക്തമല്ല
ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസിനെ നോക്കിയാണ് യേശു പറഞ്ഞത്, പീറ്റർ, യു ആർ ദ ഫസ്റ്റ്. ഒന്നാമൻ പത്രോസ്. വിളിക്കകത്തുണ്ടായിരുന്നു. അത് പറഞ്ഞ് വിളിക്കകത്തുണ്ടായിരുന്നു. ഈ നമ്മളെയൊക്കെ ദൈവം വിളിച്ച വിളിക്കകത്തുള്ളതാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ചിലരെ അപ്പോസ്തലന്മാരായി വിളിച്ചിരിക്കുന്നു, പ്രവാചകന്മാരായി വിളിച്ചിരിക്കുന്നു, സുവിശേഷകരായി വിളിച്ചിരിക്കുന്നു, ഇടയന്മാരായി വിളിച്ചിരിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരായി വിളിച്ചിരിക്കുന്നു. ഇതെല്ലാം കോളിംഗ് ആണ്. ഓരോരുത്തരുടെ മുകളിലുള്ള കോളിംഗ് ദൈവത്തിൻ്റെ വിളിയാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സഭയോടുള്ള ബന്ധത്തിൽ. കാരണം പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. സഭ ഇപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ട്, എടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പീറ്ററിനെ നോക്കി യേശു പറഞ്ഞു, യു ആർ ദ ഫസ്റ്റ്. നിങ്ങൾക്കറിയാം, ഈ മനുഷ്യനെ അതിനുശേഷം ഒന്നിലും ഒരു കാര്യത്തിലും ആർക്കും രണ്ടാമനാക്കാൻ പറ്റിയിട്ടില്ല. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിനുത്തരം പറഞ്ഞാരാ? പത്രോസ്. കാറ്റും കടലും ഇളകി മറിഞ്ഞ് വള്ളത്തിനകത്ത് വെള്ളം കയറി മുഴുവൻ ശിഷ്യന്മാരും പ്രാണഭയത്തിലായി നിലവിളിക്കുമ്പോൾ, രാത്രിയുടെ യാമത്തിൽ കടലിന്റെ മുകളിലൂടെ പാദങ്ങളൂന്നി നടന്നു വന്ന നസ്രയനായ യേശു വള്ളത്തിനകത്ത് തണ്ടുവലിച്ചു വലഞ്ഞ് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യഗണത്തെ നോക്കി പൊതുവായി പറഞ്ഞു, ആർക്ക് ഈ എൻ്റെ അടുക്കലേക്കൊന്ന് വരാൻ കഴിയും? ഈ വള്ളത്തിൽ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റും? 11 പകച്ച് കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുമ്പം അവിടെയും ചരിത്രത്തിലാദ്യമായി ദൈവമല്ലാതെ ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു. ചില ചുവടുകൾ വെള്ളമല്ല, ആഴക്കടലിന്റെ മുകളിലൂടെ നടന്നു. അവൻ ആരാണ്? പത്രോസ്. വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ജെറുസലേം ചർച്ച് ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ, എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത മഗ്ദല മറിയം ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് വന്ന് പൊതുവായി പറയുകയാണ്, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് കേട്ടിട്ട് 2 കതകും തുറന്നിറങ്ങി ഓടി. ആരാ? പത്രോസും യോഹന്നാനും. ബൈബിൾ പറയുന്നു, യോഹന്നാൻ പത്രോസിനേക്കാൾ ആദ്യം ഓടി കല്ലറ വാതിക്കലെത്തി. അകത്ത് കടന്നില്ല താനും. എന്നാൽ അവന്റെ പിന്നാലെ എത്തിയ ശീമോൻ പത്രോസ് കല്ലറയ്ക്കകത്ത് കയറി. ഇതെല്ലാം പിടി കിട്ടിയോ? ആദ്യം ഓടി എത്തിയതാരാ? യോഹന്നാൻ അപ്പോസ്തലൻ. പക്ഷെ ആദ്യം കല്ലറയ്ക്കകത്ത് കയറിയാരാ? യോഹന്നാൻ എന്താ ചെയ്തേ? കല്ലറയ്ക്ക് പുറത്തു നിന്നു. അന്നിനാ പുള്ളി പുറത്തു നിന്നേ? ആദ്യം കല്ലറവാതിക്കൽ എത്തിയ ആരാ? പക്ഷെ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അകത്ത് കടന്നില്ല താനൂന്ന്. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ അകത്ത് കടന്നില്ല, കയറിയില്ല. കാരണം ഒന്നാമൻ പത്രോസ് അവന്റെ മീതെയുള്ള ആളാണ്. പ്രൈസ് ദി ലോർഡ്. പുള്ളി വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസ് വന്നു, കല്ലറയിൽ കടന്നു. പത്രോസ് കയറിയിട്ടാണ് യോഹന്നാൻ കയറിയേ. പ്രോട്ടോകോളാ. എന്റെ ചോദ്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവന്റെ ശീലകൾ പൊതിഞ്ഞ, അരിമത്തയിലെ മന്ത്രിയായ ജോസഫും നിക്കോദിമോസും കൂടെ ചേർന്ന് ചുറ്റിയ ശീലകൾ, തുണിയിൽ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട അടക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ആ തന്നെ കവർ ചെയ്തിരുന്ന ശീല കൃത്യമായിട്ട് വേറിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചു. ഇത് ആദ്യം കണ്ടതാരാ? പത്രോസ്. യേശു ദൈവപുത്രനാണെന്ന് ആദ്യം പറഞ്ഞ ആരാ? പത്രോസ്. കടലിന്റെ മുകളിലൂടെ നടന്ന ആരാ? ഇനി വേദപുസ്തകത്തിൽ ആദ്യത്തെ സ്നാന ശുശ്രൂഷ 3000 ആദ്യത്തെ പ്രസംഗം നടത്തിയ ആരാ? പത്രോസ്. ആദ്യത്തെ സ്നാന ശുശ്രൂഷ നടത്തിയ ആരാ? പത്രോസ്. വേദപുസ്തകത്തിൽ മരിച്ച തബീതെ പീറ്റർ ഉയർപ്പിച്ചു. ബൈബിളിനകത്ത് ആദ്യം മരിച്ച ആളെ ഉയർപ്പിച്ച ആരാ?
പത്രോസ്. കാരണം അവന്റെ മേളിലൊരു വിളി വീണു, ഒന്നാമൻ പത്രോസ്. യേശുവിനോട് ഈ പുള്ളി കയറി ഒരിക്കൽ പറഞ്ഞു കളഞ്ഞു, കർത്താവേ, നീ ക്രൂശിക്കപ്പെടാൻ പാടില്ല, നീ മരിക്കാൻ പാടില്ല. സങ്കടം ഉണ്ടായോണ്ട് പറയുകയാണ്, നീ മരിക്കരുത്. യേശു പെട്ടെന്ന് അവനിൽ ഒരു സാത്താനെ കണ്ടു. സാത്താനെ, മാറിയിരിക്കാൻ പറഞ്ഞു. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യൻ്റെതത്രേ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പീറ്റർ യേശുവിനോട് പറഞ്ഞറിഞ്ഞു, ഞാൻ നിന്റെ കൂടെ, നീ മരിക്കുകയാണേ നിന്റെ കൂടെ ഞാനും മരിക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളി പറയും. നീ തള്ളി പറയുമ്പം അതിനൊരു അടയാളമായിട്ട് കോഴി കൂവും. പുള്ളിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റിയില്ല, ഏറ്റെടുക്കാനും പറ്റിയില്ല. നെഗറ്റീവ് ദൂതിനെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. കൃത്യമായി യേശുവിനെ ഗത്സമന തോട്ടത്തിൽ പട്ടാളക്കാർ പിടിക്കാൻ വന്നപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെയും ഈ പുള്ളിയെ പിശാച് കയ്യിലെടുത്തായിരുന്നു. ആരെ? പത്രോസിനെ. പുള്ളി എന്നാ ചെയ്തേ? പുള്ളി വാളെടുത്ത് ഊരി യേശുവിനെ പിടിക്കാൻ വന്ന ഓഫീസറിന്റെ, ഉദ്യോഗസ്ഥന്റെ ചെവി വെട്ടിയതല്ല. യോഹന്നാൻ 18:10 ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറുത്ത് കളഞ്ഞു. മൽക്കോസ് എന്ന പേരുള്ള ഒരുത്തന്റെ കഴുത്തെ വെട്ടിയതാ. മൽക്കോസ് എന്ത് ചെയ്തു? തല വെട്ടിച്ചു. വെട്ടിച്ചപ്പം വാൾ എവിടെ കൊണ്ടു? ചെവിയെ കൊണ്ടു. ചെവി അങ്ങ് നിറയെ വീണു. ഈ പോലീസുകാരും പട്ടാളക്കാരും എല്ലാം നിൽക്കുക ആ ഗത്സമന തോട്ടത്തിൽ. ഇനി സെക്കൻഡ് കൊണ്ട് യേശു അത് കണ്ടു. ഉടനെ യേശു പത്രോസിനോട് അവിടെ തിരിഞ്ഞെന്ന് പറയാണ്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആ ചെവി എടുത്ത് ചെവി അറിയാതെ കർത്താവ് അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. എന്റെ ചോദ്യം, എന്തിനാ അത് ചെയ്തേ? അവസാനം ഒരത്ഭുതവും കൂടെ ചെയ്തിട്ട് ക്രൂശി മരിക്കാൻ പോയാണോ? അല്ല. ആ ചെവി, ആ പോലീസുകാരന്റെ ചെവി, അല്ലെങ്കിൽ ആ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി ഇതെടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസത്തെ കോടതി വിധി എന്തോ വരുന്നതെന്നറിയോ? പ്രവചനത്തിൽ കിടക്കുന്നത് അവൻ നീതിമാനാണെന്ന, ഇവനൊരു നീതിമാനായിരുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷേ ഈ ചെവി കർത്താവ് എടുത്ത് സൗഖ്യമാക്കി ചെവി അറിയാതെ പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസത്തെ കോടതി വരുന്നത് ഇവൻ ക്രിമിനലാണ്. ഇവനും ഇവന്റെ ഗുണ്ടകളും കൂടെ ചേർന്ന് ഉദ്യോഗസ്ഥനെ, ജോലിക്ക് നിന്ന ഉദ്യോഗസ്ഥനെ, പോലീസുകാരനെ വെട്ടിയവനാണ് ഇവൻ. കേസ് മാറിയോ? ക്ലോസ് മാറിയോ? പോലീസ് വെട്ടിയവനും വെട്ടാൻ കൂട്ടു നിന്നവനും ഒരുപോലാണോ? ഇവൻ പറഞ്ഞിട്ട് ഇവന്റെ ഗുണ്ട ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനെ വെട്ടി. ഇതാണ് കേസ് വരാൻ പോകുന്നത്. തെളിവ് പോലും ഇല്ലാതെ, ചെവി അറിയാതെ, പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിനായി വേറെ ഒരുത്തൻ കാണിച്ച കുഴപ്പത്തിന് ചിലപ്പോൾ നമ്മളെ ആളുകൾ വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ട്. അവിടെ പോലും നമ്മുടെ കർത്താവ് നമ്മളിൽ ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ പത്രോസ് യേശുവിൻ്റെ കൂടെ മരിച്ചു കളയൂ എന്ന് പറഞ്ഞ പത്രോസ്, വാളെടുത്ത് പടയാളിയുടെ കാത് വെട്ടിയ പത്രോസ്, യേശുവിനെ ഒന്നാമത് തള്ളി പറഞ്ഞു. ലൂക്കോസ് വിശേഷം 22-ാം അധ്യായത്തിന്റെ 61-ാം വാക്യം. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂവും മുമ്പേ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. 54 മുതൽ നോക്കിയേ, പത്രോസ് എന്ത് ചെയ്തു? അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ചു ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. അവൻ തീവട്ടത്തിനരികെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ടു. അവനെ ഉറ്റുനോക്കി, ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. 57-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, തള്ളി പറഞ്ഞു, തള്ളിക്കളഞ്ഞു. തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നത് തള്ളിക്കളയുന്നതിന് തുല്യമാണ്.
ഞാൻ നിന്റെ കൂടെ മരിച്ചു കളയും എന്ന് പറഞ്ഞ പത്രോസും യേശുവിനെ തള്ളി പറഞ്ഞു. അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്തേ. ജനിക്കാൻ അനുവദിക്കാതെ സമൂഹം തള്ളി, വളരാൻ അനുവദിക്കാതെ ജന്മദേശം തള്ളി, ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ തള്ളി, കൂടെ മരിച്ചു കളയുമെന്ന് വാക്ക് പറഞ്ഞ പത്രോസ് തള്ളി. ഇതിനകത്തെല്ലാം ഏറ്റവും വലിയ, ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയ ഒരു വാക്യമുണ്ട്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയ ഒരു വാക്യമുണ്ട്. അത് വായിപ്പിക്കട്ടെ. അതാണ് ഈ മെസ്സേജിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം എന്നതുപോലെ മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങൾ. പ്രാർത്ഥനയോടെ ഈ വാക്യം ശ്രദ്ധിക്കണം. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഓ താങ്ക് യു ജീസസ്. ഒരു വേദ പണ്ഡിതൻ തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, തൻ്റെ പുത്രനെ നഗ്നനായി ക്രൂശിച്ചിരിക്കുമ്പോൾ ലോകം അവൻ്റെ വേദന കാണാതിരിക്കാൻ, ലോകം അവനെ പിന്നെയും നിന്ദിക്കാതിരിക്കാൻ, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പറയുന്നത്, ലോകം അവനെ വീണ്ടും നിന്ദിക്കാതിരിക്കാൻ, വീണ്ടും അവൻ്റെ നഗ്നത കണ്ടും അവൻ്റെ രക്തം ഒഴുകുന്നത് കണ്ടും അവൻ പിടയുന്നത് കണ്ടും ശത്രു സന്തോഷിക്കാതിരിക്കാൻ കർത്താവ് ദേശത്ത് മുഴുവൻ ഇരുട്ടാക്കി കളഞ്ഞു. ഇരുട്ടാക്കി കളഞ്ഞു. 46-ാം വാക്യത്തിൽ ഏകദേശം 9-ാം മണിനേരമായ സമയത്ത് യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ജനിക്കാൻ അനുവദിക്കാതെ ജന്മദേശം എന്നെ തള്ളി, വളരാൻ അനുവദിക്കാതെ സമൂഹം എന്നെ തള്ളി, എന്നെ കുറിച്ചൊന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ എന്നെ തള്ളി, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് എന്നെ തള്ളി പറഞ്ഞു, ശിഷ്യന്മാരെല്ലാം എന്നെ വിട്ടോടിപ്പോയി. ഈ ക്രൂശിൽ കിടക്കുമ്പോൾ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവേ, അപ്പ, നീയും എന്നെ തള്ളിയോ? നീയും എന്നെ കൈവിട്ടോ? വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. ആ കല്ലിവൻ തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. മക്കളെ, എന്തിനു വേണ്ടി അവൻ തള്ളപ്പെട്ടു? പാപികളായ എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ. എന്തിനായി അവൻ വേദന അനുഭവിച്ചു? എന്നെയും നിങ്ങളെയും സൗഖ്യമാക്കുവാൻ. എന്തിനായി അവൻ അടിപ്പിണരുകൾ ഏറ്റെടുത്തു? ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കുന്നു, പറയുന്നു, മക്കളെ, ജനിക്കാൻ അനുവാദം കൊടുക്കാതെ, സ്ഥലം കൊടുക്കാതെ വഴിയമ്പലം തള്ളിയതുപോലെയും, ജന്മദേശത്ത് വളരാൻ അനുവദിക്കാതെ ഹെരോദാവും രാജ്യവും തള്ളിയതുപോലെയും, സാക്ഷ്യം പറഞ്ഞിട്ട്, ഏറ്റു പറഞ്ഞിട്ട്, വലിയ പ്രസംഗവും പാട്ടും ഒക്കെ നടത്തിയിട്ട്, സ്നാനപ്പെട്ടിട്ട്, രക്ഷിക്കപ്പെട്ടിട്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ തള്ളിയതുപോലെയും, കൂടെ നിൽക്കാം, ഞാൻ ഒപ്പം കാണും, ഞാൻ ചാകും, കൂടെ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് പത്രോസ് തള്ളിയതുപോലെയും, അല്പസമയത്തേക്കും തൻ്റെ ഏകമകന്റെ ദാരുണമായ മരണം കാണുവാൻ കഴിയാതെ പിതാവായ ദൈവം മുഖം മറച്ചതുപോലെയും, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും യേശുവിനെ തള്ളി പറയരുത്. ശംഖും നെറ്റിയും കൊടുത്ത്, ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്ത്, ജീവിതം മുഴുവൻ കൊടുത്ത്
ഈ അരുമനാഥന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുവോ? ഈ വിശ്വാസത്തിനും ദൈവകൃപയ്ക്കും വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തയ്യാറുള്ളവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ? അവരോട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, 1 പത്രോസ് 2:4 മുതൽ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിൽ ഇടുന്നു. ആ കല്ല് ക്രിസ്തുവാണ്, ആ മൂലക്കല്ല് ക്രിസ്തുവാണ്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു തന്നെ. ആ ശ്രേഷ്ഠമേറിയ മാന്യമായ മൂലക്കല്ലായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു കുടുംബവും ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകത്തില്ല എന്ന് വേദപുസ്തകം ഉറപ്പു തരുന്നു. ഞാൻ തള്ളിപ്പറഞ്ഞപ്പോഴും എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞില്ല എന്ന അനുഭവമുള്ള എത്ര പേരുണ്ട്? ഞാൻ മറന്നപ്പോഴും അവൻ എന്നെ മറന്നില്ല എന്ന അനുഭവമുള്ള എത്ര പേരുണ്ട്? തള്ളപ്പെടലിന്റെ വേദന, ഒറ്റപ്പെടലിന്റെ വേദന, തിരസ്കരണത്തിന്റെ വേദന അറിയാവുന്നവന്റെ മുൻപിലാണ് ഈ കൈ ഉയർത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ അവൻ തള്ളിക്കളയില്ല. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നീ തനിച്ചേ ഉള്ളെങ്കിലും അവൻ നിന്റെ അരികിൽ വരും. മക്കളെ, ആരും നിന്റെ ഒപ്പം ചിലർ നിങ്ങൾ പറയുന്നില്ല എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ലെന്ന്. നിന്റെ കൂടെ യേശു മാത്രം മതി, കർത്താവ് പക്ഷെ മാത്രം മതി. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച വേറെ ആരും വേണ്ട. ഓ തള്ളിപ്പറഞ്ഞ തള്ളിക്കളഞ്ഞതിൽ എന്നെ തള്ളിപ്പറഞ്ഞ തള്ളിക്കളഞ്ഞതിൽ ചൂടുള്ളൊരപ്പവും കുളിരിനായും പകർന്നു തന്നെ. എത്ര ദൂരം, എത്ര ദൂരം നിന്നെ വിട്ടു, അത്ര നേരം ഓ ക്രൂശിൽ കിടന്നപ്പോഴും കാര്യം വാണിയല്ല വേദന. ക്രൂശിൽ കിടന്നപ്പോഴും കാര്യം വാണിയല്ല വേദന. നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോധനം. എത്ര ദൂരം, എത്ര ദൂരം നിന്നെ വിട്ടോടിയ അത്ര ഓ എത്ര ദൂരം ആ കൈ ഒന്ന് നെഞ്ചോട് ചേർത്ത് പാടാവോ? തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ ക്രൂശിൽ കിടന്നപ്പോഴും